ആണ്. ഇപ്പം എന്താ കഴിച്ചത്, ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാവുന്ന സംഭവം എന്തൊക്കെ ആയിരിക്കും അറിയാമോ? എന്താ സംഭവം ഉണ്ടാവുന്നത്? ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല. അത് ശരിയാണ്. ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ ഈ ഒരു സംഭവത്തിൽ നിന്ന് ഡിസിഷൻ എടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ കേസ് ഒരു അബോട്ട് ചെയ്യേണ്ട ഒരു ഗുളിയുണ്ട്, മെഡിസിൻ 2 സെറ്റായിട്ടാണ് കഴിക്കാനുള്ളത്. ഇതിപ്പം കഴിച്ചാൽ തന്നെ അത് അബോട്ടായി പോകും. പക്ഷേ ഇതിന്റെ പൂർണ്ണമായിട്ട് ഇത് പോകത്തില്ല. ഒരു ഗർഭപാത്രത്തിനകത്ത് ഇതിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ അവിടെ തന്നെ കാണും. അത് പിന്നെ സ്കാനിങ് ചെയ്ത് അത് പൂർണ്ണമായിട്ടും പോയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഇത് മൊത്തത്തിൽ അതിന് ഒരു റിക്കവർ വരത്തുള്ളൂ. അതല്ലെങ്കിൽ ഇതിന്റെ ചില പാർട്ടുകൾ അതിന്റെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ അത് പിന്നീട് അത് വലിയൊരു വിപത്തായിട്ട് മാറും. അതായത് ആ ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും. അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി വേറെ ലെവലിലോട്ട് പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ ഡോക്ടറിന്റെ കൺസേൺ ഇല്ലാതെ പോയി കാണിക്കാതെ അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കറക്റ്റായിട്ടുള്ള ഇതാണ്. ആര് പറഞ്ഞു ഞാൻ ഒരു വേസ്റ്റ് ആണെന്ന്? എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന? അങ്ങനെ ആയതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. എന്റെ അമ്മയെ കണ്ടപ്പോൾ ഞാൻ കരച്ചിൽ എനിക്ക് വന്നു. നീ വന്ന് എന്നെ ഒന്ന് കാണും, നിനക്ക് താങ്ങാൻ ഞാൻ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വേർഡുകളായിട്ടല്ലേ വരുന്നത്. അതേപോലെ പെൺകുട്ടി ഒരു സ്മൈലി കഴിക്കുന്നപ്പം അതിനകത്ത് പറയാണ് ഞാൻ താങ്ങായിട്ടുണ്ട്, സപ്പോർട്ടീവായിട്ട്. അപ്പോൾ ഒരു പക്ഷേ തന്നെ സപ്പോർട്ടീവായിട്ട് പറയുകയാണ്. പിന്നെ നോർമലി ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ ഇങ്ങനെ ഒരു കേസിന്, അതായത് ഒരു പ്രഗ്നൻസി വരുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നില്ല, ചിലർ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലാത്തൊരു ഇത് അബോട്ട് ചെയ്ത് കളയും.